أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. صدق الله العظيم. സൂറത്തു നൂർ 22. വലാ യഅ്തലി, ശപഥം ചെയ്യരുത്, ഉലുൽ ഫളിലി മിൻകും, ഉലുൽ ഫളിലി ശ്രേഷ്ഠതയുള്ളവർ, മിൻകും നിങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട, വസ്സഅതി വിശാലതയും അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയും, അതിനാണ് സഅത്ത് എന്ന് പറയാം. അൻ യുഉത്തു, അവർ നൽകുകയില്ലെന്ന്, അൻ യൂത്തു എന്ന് പറഞ്ഞാൽ അല്ലാ യൂത്തു, നൽകാതിരിക്കാൻ ശപഥം ചെയ്യരുത് എന്നർത്ഥം. ഉലിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, വൽ മസാക്കീന, പാവങ്ങൾക്ക്, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർക്ക്, വൽ യഅഫു, അവർ മാപ്പ് കൊടുക്കട്ടെ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യട്ടെ, വൽ യസ്ഫഹു, അവർ വിശാല മനസ്കത കാണിക്കുകയും ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന, അലാ ഇല്ലയോ, ആ ചോദ്യത്തിനാണ് ലാ ഇല്ല, അപ്പം അലാ എന്നാകുമ്പോൾ ഇല്ലേ. തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ. അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ. വല്ലാഹു ഗഫൂറുൻ, അള്ളാഹു പൊറുക്കുന്നവനാകുന്നു, റഹീമുൻ, കരുണാമയനുമാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുള്ള അപവാദ പ്രചരണ സംഭവം കഴിഞ്ഞപ്പോൾ അപവാദ പ്രചരണത്തിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു വ്യക്തമാക്കി. അത് വലിയൊരു സംഭവമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ നിരീക്ഷിക്കുന്നുണ്ട്, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വ്യഭിചാരോപണമുണ്ടായി, ആരോപിച്ചവർ തന്നെ ഞങ്ങൾ ഇല്ലാത്തത് പറഞ്ഞതാണെന്ന് പിന്നീട് പറയേണ്ടി വന്നു. അതുപോലെ മറിയം ബീവിക്കെതിരെ ഉണ്ടായി തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടി വ്യക്തമാക്കി. ഹദീസിൽ പറയുന്നുണ്ട്, ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന് എതിരെ വ്യഭിചാരോപണമുണ്ടായി, കുട്ടി സംസാരിച്ച് അത് അവരെ മുക്തരാക്കി. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആരോപണം പൊളിച്ചു കളഞ്ഞത് അല്ലാഹു തആല നേരിട്ടാണ്. മറ്റതും അള്ളാഹു തന്നെയാണ് കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഒക്കെ. അപ്പം ഇങ്ങനെ ഒരു വലിയ സംഭവമാണത്. അത് കഴിഞ്ഞപ്പോൾ മഹദിയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വലിയ ഈർഷ്യ തോന്നി. അതാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി പറയപ്പെടുന്ന സംഭവം. ഈർഷ്യ തോന്നിയിട്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, മേലാൽ മിസ്തഅ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹുവിന്, നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയുടെ മകനാണ് മിസ്തഅ് ബിൻ ഉസാസ. മുഹാജിറാണ്, ഹിജ്റ ചെയ്ത് വന്നതാണ്, വളരെ ദരിദ്രരായിരുന്നു. ഉമ്മയും മകനും ജീവിച്ചിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഔദാര്യത്തിലായിരുന്നു. അങ്ങനെയുള്ള ആൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അപവാദ പ്രചരണത്തിൽ ഭാഗവാക്കായല്ലോ എന്നത് ആർക്കും തോന്നുന്ന മനുഷ്യ സഹജമായ ഈർഷ്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും തോന്നി. എന്നിട്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, മേലാലൊന്നും കൊടുക്കുകയില്ല എന്ന്. അത്തരം നിലപാടുകളെ, അതാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി പറയുന്നത്, അത്തരം നിലപാടുകൾ ആർക്കും ഉണ്ടാകും ഏത് കാലത്തും. അത്തരം നിലപാടുകളെ തിരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. വലാ യഅ്തലി, യഅ്തലി എന്ന് പറഞ്ഞാൽ ഇല്യത്താണ് അസ്ല്, അഥവാ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുക. ഈലാ ഖുർആൻ ആ വിഷയത്തിൽ വേറെ പ്രയോഗിച്ചു. സൂറത്തുൽ ബഖറയിൽ വല്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം, ഭാര്യയിൽ നിന്ന് സത്യം ചെയ്ത് അകന്നു നിൽക്കുക. ഹലഫ, ഇഗ്തല രണ്ടും സത്യം ചെയ്തു തന്നെയാണ്. എന്നാൽ ഇഗ്തല എന്നത് ഉപയോഗിക്കുക നെഗറ്റീവ് ശപഥങ്ങൾക്കാണ്. ഇന്നത് ചെയ്യുമെന്ന് ശപഥം ചെയ്യുക,
ഞാൻ എല്ലാ ദിവസവും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുമെന്ന് ശപഥം ചെയ്യുക, ഇത്ര രൂപ ദാനധർമ്മം ചെയ്യുമെന്ന് ശപഥം ചെയ്യുക, അതൊക്കെ ഹലഫാണ്. എന്നാൽ നെഗറ്റീവായിട്ട് ചെയ്യുകയില്ല, നല്ല കാര്യങ്ങളാണെങ്കിലും ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതിനാണ് ഖുർആൻ ഈലാഹ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഖുർആനിൽ രണ്ടിടത്ത് കാണാം. ഒന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ, ഒന്ന് ഇതും ഒന്ന് ഈലാഹ് എന്ന് പറഞ്ഞതും. അങ്ങനെ ശപഥം ചെയ്യരുത്. ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങൾ ശപഥം ചെയ്യരുത് എന്നല്ല, നിങ്ങളിലെ ശ്രേഷ്ഠതയുള്ളവർ അഥവാ മാന്യതക്ക്, അന്തസ്സിന്, ഉയർന്ന നിലവാരത്തിന് ചേർന്നതല്ല പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കുകയില്ല എന്നൊക്കെ ശപഥം ചെയ്യുക. ഇത് നിരോധിക്കുകയാണോ? മേലാലൊന്നും കൊടുക്കുകയില്ല എന്ന് നിരോധിക്കുന്നില്ല, പകരം നിരുത്സാഹപ്പെടുത്തുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉലുൽ ഫദ്ലി മിൻകും വസാഅത്തി, നിങ്ങളിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അല്ല നിരോധിക്കുകയാണെങ്കിൽ വലാ യഗ്തലൂ അൻ യൂതു എന്നേ പറയുള്ളൂ. അങ്ങനെ നിരോധിച്ചിട്ടില്ല, എന്നാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടാത്ത ശപഥങ്ങളെ അല്ലാഹു തആല വേറെയും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, ലഘുവായിട്ട് കാര്യത്തിലല്ലാതെ പറയുന്ന ശപഥങ്ങളുടെ പേരിൽ അല്ലാഹ് നിങ്ങളെ പിടികൂടുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. എന്നാൽ യുആഖിദുക്കും ബിമാ കസബത്തു ഖുലൂബുക്കും, മനഃപൂർവ്വം ചെയ്തതിൻ്റെ പേരിൽ അത് പാലിക്കൽ നിർബന്ധമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവിടെ മാന്യന്മാരായ, അന്തസ്സുള്ള, ഉയർന്ന നിലവാരമുള്ള ആളുകൾ ഇത്ര താഴ്ന്ന തരം ശപഥങ്ങളൊന്നും ചെയ്ത് കളയരുത് എന്ന്. അതവരുടെ ഉയർച്ചക്കും ഔന്നത്യത്തിനും ചേർന്നതല്ല. ഉൽ ഫദ്ൽ എന്ന് പറഞ്ഞ വാക്ക് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഇവിടെ ശ്രേഷ്ഠത എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. സഅത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയാണ്, നൽകാൻ കഴിവുള്ള ആളുകൾ. അവർ ശപഥം ചെയ്യരുത്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന ഒരു ആയത്ത് കൂടിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉലുൽ ഫദ്ൽ ആണ് എന്ന് അല്ലാഹു തആല പറയുകയാണല്ലോ. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്രെഡിറ്റാണ് ആയി തീർന്നത്. എന്താണ് ശപഥം ചെയ്യരുത് എന്ന് പറഞ്ഞത്? യൂതു ഉലിൽ ഖുർബ വൽ മസാക്കീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, പാവങ്ങൾക്ക് മൊത്തത്തിൽ, അടുത്ത ബന്ധുക്കൾക്ക്, പാവങ്ങൾക്ക്, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത് വന്ന മുഹാജിറുകളിൽപ്പെട്ടയാളായിരുന്നു മിസ്താഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു. ശപഥം ചെയ്യരുത്. പിന്നെ എന്ത് വേണം? വൽ യഅഫു വൽ യസ്ഫഹു. അഫ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം മാപ്പ് കൊടുക്കുക എന്നാണ്. അതിൻ്റെ അസ്ല അർത്ഥം മണലിൽ പതിഞ്ഞ ചെരുപ്പടി അല്ലെങ്കിൽ കാലടി കാറ്റ് മായ്ച്ചു കളയുക. അതിനാണ് അസ്ലിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഭാഷ വിശദീകരിച്ച മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതുപോലെ വൽ യസ്ഫഹു എന്ന് പറയുന്നുണ്ട്. സഫഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അസ്ൽ ഉപയോഗം തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നതാണ്. ഇദ്ഫഅ ബില്ലത്തി ഹി അഹ്സൻ എന്ന് പറഞ്ഞതുപോലെ, അഥവാ ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളോടും അങ്ങോട്ട് നന്മ ചെയ്യുക. അതിനാണ് നമ്മൾ വിശാല മനസ്കത കാണിക്കുക എന്നൊക്കെ പറയാറുള്ളത്. വൽ യഅഫു വൽ യസ്ഫഹു, നിങ്ങൾ മാപ്പ് കൊടുക്കുകയും വിശാല മനസ്കത കാണിക്കുകയും ചെയ്യുവീൻ. എന്നിട്ട് വളരെ പ്രസക്തമായൊരു ചോദ്യം അല്ലാഹു തആല എല്ലാവരോടുമായി ചോദിക്കുകയാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ ചെയ്ത വലിയ പാപങ്ങളും കുറ്റങ്ങളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ എല്ലാം അള്ളാഹു പൊറുക്കണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങളും പൊറുക്കണം. ഈ ആയത്ത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹിൻ്റെ റസൂലേ, ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറ ലി റബ്ബി, അതെ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ശപഥത്തിൽ നിന്ന് പിന്മാറുകയും എന്നിട്ട് ഇതുവരെ കൊടുത്തിരുന്നതിൻ്റെ ഇരട്ടി കൊടുക്കും ഇനി എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വേറെയും ചില സഹാബിമാർ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ ആയവർ, അവരും ഇതുപോലെയൊക്കെ പ്രതിജ്ഞ ചെയ്തിരുന്നു. അവരെല്ലാവരും അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു നിങ്ങളെ മാതിരിയല്ലാന്ന്, അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അഥവാ ഒരബദ്ധം ചെയ്തു പോയാൽ
അതിൻ്റെ പേരിൽ ഇനി എന്നും അകന്നിരിക്കും, അങ്ങനെയൊന്നും അള്ളാഹ് തീരുമാനിക്കുന്നില്ലല്ലോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തഖല്ലഖൂ ബി അഖ്ലാഖില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളെ സ്വഭാവം രൂപീകരിക്കുക. അഥവാ അല്ലാഹു ഗഫൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗഫൂർ ആകണമെന്നും അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞാൽ നിങ്ങളും കരുണ കാണിക്കണം എന്നുമാണ് അർത്ഥം. മൊത്തത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സത്യവിശ്വാസികൾ നന്മ ചെയ്യുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളുടെ ക്വാളിറ്റി ആഗ്രഹിച്ചിട്ടല്ല, അവരുടെ പ്രതികരണം നോക്കിയിട്ടുമല്ല. യുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങളെ തീറ്റിപ്പോറ്റുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ്, നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരമോ അല്ലെങ്കിൽ നന്ദി പോലുമോ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്നാണ് സത്യവിശ്വാസികളുടെ നിലപാട് എന്ന് സൂറത്തു ദഹ്റിൽ അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗുണഭോക്താവ് എന്ത് മനസ്സോടുകൂടിയാണ് ഇത് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ പിന്നീട് എങ്ങനെയാണ്, അങ്ങനെയുള്ളതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ഉത്ബോധിപ്പിക്കുകയാണ് അല്ലാഹു തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ഉന്നത വ്യക്തിത്വമായിരുന്ന ആളാണ്. ആ ഉന്നത വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇതിലൂടെയൊക്കെയാണ് അവരുടെ തസ്കിയത്ത്, യുത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന് പറഞ്ഞത് നടന്നത്. അല്ലാതെ ഇത് അദ്ദേഹത്തിനൊരു ഡീമെറിറ്റ് അല്ല, അദ്ദേഹത്തിനൊരു അംഗീകാരമാണ് ഉലുൽ ഫദ്ൽ എന്ന് അല്ലാഹു തആല വിളിച്ചത്. സത്യത്തിൽ നിന്ന് പിന്മാറിയത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊരു ഫിഖ്ഹ് ചർച്ച ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. അതിൽ പണ്ഡിതന്മാർ പറയുന്നത് സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ പിന്നെ ശപഥത്തിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പ്രായശ്ചിത്തം അല്ലാഹു തആല തന്നെ ഈ സൂറത്തിൻ്റെയൊക്കെ മുമ്പ് ഇറങ്ങിയ സൂറത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത് പ്രകാരം തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രായശ്ചിത്തം ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു എന്ന് വെക്കാൻ ന്യായമില്ല. ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. അഥവാ ഇവിടെ പ്രായശ്ചിത്തം ചെയ്തതായിട്ടൊന്നും പ്രായശ്ചിത്തം ചെയ്തതായിട്ട് പറയുന്നില്ല എന്നതുകൊണ്ട് ഇല്ല എന്നില്ലല്ലോ. ശപഥം ചെയ്തിരുന്നു എന്നത് പറഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ടും ഖുർആൻ അത് പരാമർശിക്കുകയാണല്ലോ ചെയ്തത്. അതേസമയത്ത് പാൽ ശപഥങ്ങൾ അതിൽ അല്ലാഹ് പിടികൂടില്ല എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ പറഞ്ഞതാണെങ്കിൽ പിന്നെ പ്രായശ്ചിത്തം ചെയ്ത് പിന്മാറേണ്ടി വരും. അല്ല, കാര്യത്തിൽ പറഞ്ഞതല്ലെങ്കിൽ പ്രായശ്ചിത്തം ആവശ്യം ഉണ്ടാകുകയില്ല. ഇത് കാര്യത്തിൽ പറഞ്ഞതാണ്, ഇനിയൊന്നും കൊടുക്കൂല എന്ന് വെച്ചത് കൊണ്ടാണല്ലോ അല്ലാഹു തആല അത്തരം നിലപാടുകൾ മാന്യതക്ക് അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശപഥം ലംഘിക്കുകയാണെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണ്ട എന്നതിന് ഇത് തെളിവല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു അഅലം. ഏതായാലും ഉന്നതന്മാരായ ആളുകൾ അവർ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ ആളുകളിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ അവരുടെ ഉന്നത നിലവാരം തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് ആയത്ത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ അത് പറയുന്നതിൻ്റെ കാരണം ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി മേലാൽ ഇത്തരം വിവാദങ്ങളിൽ സൂക്ഷിക്കേണ്ട മര്യാദകൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. കാരണം പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്ന് മുകളിൽ പറഞ്ഞു വച്ചിരിക്കുന്നല്ലോ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം ഉപയോഗപ്പെടുത്തി പിശാച് പലതരത്തിൽ മനുഷ്യനെ കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പിശാച് അരുതാത്തത് ചെയ്യിപ്പിച്ചത് ഈ വാശി പിടിക്കലാണ്, ഇനി മേലാലൊന്നും കൊടുക്കുകയില്ല എന്ന്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഏറ്റവും ഉന്നതന്മാർക്ക് പറ്റുന്ന അബദ്ധമാണ് അള്ളാഹ് ആദ്യം തിരുത്തുന്നത്. പിന്നെ ഓരോന്നോരോന്ന് ഇനിയും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين.